ഹലോ ചാമ്പ്യൻസ്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും ലൈഫിൽ ഒരു ക്വൈറ്റ് മൊമെൻ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ബുക്സിൽ നോക്കും, നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കും, ആൻഡ് നമ്മൾ സ്വയം പറയും, എനിക്ക് കുറച്ചും കൂടി നല്ലോണം പഠിക്കണം, പക്ഷെ എപ്പോൾ പഠിക്കണം എന്നെനിക്ക് അറിയില്ല. അപ്പോഴാണ് നമ്മുടെ ചുറ്റും നിന്ന് ഒരുപാട് അഡ്വൈസസ് വരും. രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, വേണ്ട രാത്രി പഠിച്ചാൽ മതി. ചില ആൾക്കാർ പറയും ടോപ്പേഴ്സിനെ ഫോളോ ചെയ്യ്, അവരുടെ അടുത്ത് ചോദിക്കുക എപ്പോഴും അവർ പഠിക്കുന്നതെന്ന്. ആൻഡ് നമ്മൾ ഈ വോയിസസിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ മൈൻഡ് സ്റ്റക്കായി പോകും. ഇന്ന് മോട്ടിവേഷൻ അൺലോക്ക് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ടൈം ടു സ്റ്റഡിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ക്ലോക്കിനെ അല്ല ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് യോർ എനർജി, യോർ ഇമോഷണൽ സ്റ്റേറ്റ്, യോർ ഫോക്കസ്. ചില മൊമെന്റ്സിൽ നമ്മുടെ മൈൻഡ് നല്ലോണം ഓപ്പൺ ആയിരിക്കും, പക്ഷെ ചില മൊമെന്റിൽ നമുക്ക് ഒരുപാട് എക്സോഷനും ടയർഡ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും. ഇത് നോർമലാണ്, ബിക്കോസ് നമ്മൾ എല്ലാ പേരും ഹ്യൂമൻ ആണ്. സോ നമ്മുടെ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് വെൻ യോർ മൈൻഡ് ഫീൽസ് റെഡി. നിങ്ങളുടെ മൈൻഡ് എപ്പോഴാണോ റെഡി ആകുന്നത് അപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത്. ചില കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നല്ലോണം ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ തോട്ട്സ് നല്ലോണം ക്ലിയർ ആയിരിക്കും, അവരുടെ ഹാർട്ട് ഒരുപാട് ഹോപ്പ്ഫുൾ ആയിരിക്കും, ആൻഡ് മോർണിംഗിലെ ആ ഒരു സൈലൻസ് ആയിരിക്കും അവർക്ക് എല്ലാ സ്ട്രെങ്തും കൊടുക്കുന്നത്. അങ്ങനത്തെ കുട്ടികൾക്ക് മോർണിംഗ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി എന്തുകൊണ്ടാണ് മോർണിംഗ് സ്റ്റഡിങ് നല്ലത് എന്ന് ചോദിച്ചാൽ, യുവർ മെമ്മറി സ്ട്രോങ്ങർ ആയിരിക്കും. ആ ടൈമിൽ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി കാമർ ആയിരിക്കും. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറച്ചേ കാണത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ കോൺഫിഡൻസ് ആയിരിക്കും. സോ മോർണിംഗ് എന്ന് പറയുന്നത് അതൊരു ടൈം മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി എ മൈൻഡ് സെറ്റ്. അതായത് ഒരു പുതിയ ദിവസം, പുതിയ എനർജി എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇങ്ങനെ മോർണിംഗിന് നല്ലോണം ഫ്രഷ്നെസ്സും കാമും ഒക്കെ ഫീൽ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മോർണിംഗ് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട്, അവര് രാത്രി ആയിരിക്കും ബ്ലൂം ചെയ്യുന്നത്. എല്ലാ പേരും ഉറങ്ങിയതിനു ശേഷമായിരിക്കും അവരുടെ മൈൻഡ് വേക്ക് ആകുന്നത്. ആ ടൈമിലായിരിക്കും അവരുടെ ഇമോഷൻസ് സെറ്റിൽ ആകുന്നത്, അവരുടെ തോട്ട്സ് കുറച്ചും കൂടി ഡീപ്പർ ആകുന്നത്, ആൻഡ് അവരുടെ ഫോക്കസ് കുറച്ചും കൂടി ഷാർപ്പ് ആകുന്നത് അന്നേരമായിരിക്കും. അങ്ങനെ ഫീൽ ചെയ്യുന്ന കുട്ടികൾ രാത്രി പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നൈറ്റ് സ്റ്റഡിയിങ്ങും നല്ലതാണ്, ബിക്കോസ് ആ സമയത്ത് സീറോ നോയ്സ് ആയിരിക്കും, കുറച്ചും കൂടി ക്ലാരിറ്റി കാണും, കുറച്ചും കൂടി സ്ട്രോങ്ങർ റിഫ്ലക്ഷൻ ആയിരിക്കും, ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് രാത്രി എന്ന് പറയുന്നത് ഇത് അവരുടെ പേഴ്സണൽ സ്പേസ് ആയിരിക്കും, അവരുടെ സേഫ് മെന്റൽ പ്ലേസ് ആയിരിക്കും. അങ്ങനെ മനസ്സ് പറയുന്നു എന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വെൻ ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി എന്ന് ചോദിക്കുന്നതിനേക്കാളും വെൻ ഡു ഐ ഫീൽ സേഫ് ടു ഫോക്കസ് എന്ന് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സ്റ്റഡി ആയിരിക്കുമ്പോഴായിരിക്കും, നമ്മുടെ ഹാർട്ട് കാം ആയിട്ടിരിക്കുന്ന ടൈമിലായിരിക്കും, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി സ്റ്റഡി നടക്കുന്നത്. ചില കുട്ടികൾക്ക് അത് രാവിലെ ആയിരിക്കും തോന്നുന്നത്, ചില കുട്ടികൾക്ക് രാത്രി ആയിരിക്കും പഠിക്കാനുള്ള ഇമോഷൻസ് വരുന്നത്. നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ ക്ലാരിറ്റി, നിങ്ങളുടെ സ്റ്റഡി ടൈമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇനി ഡൗട്ട് കാണും, ഞാൻ മോർണിംഗ് പഠിക്കണോ രാത്രി പഠിക്കണോ, എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ. ടെസ്റ്റ് ഉണ്ട്. എന്താന്നല്ലേ, ആദ്യത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് 45 മിനിറ്റ്സ് പഠിക്കാം. എന്നിട്ട് നിങ്ങളുടെ എനർജിയും ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ ഒബ്സർവ് ചെയ്ത് നോക്കാം. അടുത്ത ദിവസം രാത്രി ഇരുന്ന് 45 മിനിറ്റ്സ് പഠിച്ചു നോക്കാം. ഈ ടൈമിൽ നിങ്ങളുടെ കാംനെസ്സും ക്ലാരിറ്റിയും ഒബ്സർവ് ചെയ്ത് നോക്കാം. ഈ 2 ഡേയ്സിലും ഏത് ടൈമിലാണോ നിങ്ങൾക്ക് ലെസ് ഡിസ്ട്രാക്ഷൻസ് തോന്നിയത്, മോർ കോൺഫിഡന്റ് ആയിട്ട് തോന്നിയത്, മോർ ഹോപ്പ്ഫുൾ ആയിട്ട് തോന്നിയത്, മോർ സ്റ്റേബിൾ ആയിട്ടും മോർ ഫോക്കസ്ഡ് ആയിട്ടും തോന്നിയത്, അതാണ് നിങ്ങളുടെ ട്രൂ സ്റ്റഡി ടൈം. സോ നിങ്ങളുടെ റിഥം, നിങ്ങളുടെ ലോജിക്, നിങ്ങളുടെ പാറ്റേൺ അതാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല കേട്ട് പഠിക്കാനിരിക്കേണ്ടത്. ഓരോ കുട്ടികളും യുണീക്കാണ്, ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള പാറ്റേൺ ആണ് ഉള്ളത്. അത് നിങ്ങൾ വേണം ഡിസ്കവർ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ അഡ്വൈസിലല്ല നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ടത്. സോ ഡിസ്കവറിങ് യുവർ സെൽഫ് എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ പാർട്ടാണ് ഓഫ് യുവർ ഗ്രോത്ത്. സക്സസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ റൂട്ടീൻസ് കോപ്പി ചെയ്ത് കിട്ടുന്നതല്ല. സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. സോ യു ഡോണ്ട് നീഡ് പെർഫെക്ഷൻ, യു ആക്ച്വലി നീഡ് കൺസിസ്റ്റൻസി.
സോ മോർണിംഗ് ഓർ നൈറ്റ് വാട്ട്സ് ദ ബെസ്റ്റ് സ്റ്റഡി ടൈം എന്ന് നിങ്ങൾ ചോദിച്ചാൽ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം വെൻ യുവർ ഹാർട്ട് ഇസ് ക്വൈറ്റ്, യുവർ മൈൻഡ് ഇസ് ഓപ്പൺ ആൻഡ് യുവർ ഡ്രീംസ് ഫീൽ ക്ലോസ്. അത് രാവിലെ ആകാം, രാത്രി ആകാം, അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. നിങ്ങൾ വായിക്കുന്ന ഓരോ ചാപ്റ്ററും, നിങ്ങൾ ടേൺ ചെയ്യുന്ന ഓരോ പേജും, നിങ്ങൾ എടുക്കുന്ന ഓരോ കുഞ്ഞു സ്റ്റെപ്പും, ഇറ്റ് ഈസ് ബിൽഡിംഗ് ദ യു ഹാവ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് ബിക്കമിങ്. സോ ഇപ്പം ഈ മൊമെന്റ് തന്നെ നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം കണ്ടുപിടിക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ ചെറിഷ് ചെയ്യുക, അതനുസരിച്ച് പഠിക്കുക. നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഡ്രീംസിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.